ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നോർമൽ ഡേ വിത്ത് മീ ആണ്. നോർമൽ ഡേയ്സിൽ ഞാൻ ഒറ്റക്കാണല്ലോ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് കരുതി. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. രാവിലത്തെ മോർണിംഗ് റൂട്ടീൻസ് ഒക്കെ കഴിഞ്ഞാൽ ഞാൻ അലക്കാനാട്ടോ പോവല്. പിന്നെ ഡെയിലി ഒന്നും ഞാൻ അലക്കലില്ല, വീക്ക്ലി ട്വൈസ് ആയിട്ടാണ് ഞാൻ അലക്കല്. ഇന്നിപ്പോൾ വ്ളോഗൊക്കെ എടുക്കല്ലേ, ഇത്തിരി പ്രൊഡക്റ്റീവ് ആയിക്കോട്ടെ എന്ന് ഞാനും കരുതി. എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ എന്നോട് ചോദിക്കലുണ്ട് ഇങ്ങനെ ഒറ്റക്കായിട്ട് ബോറടിക്കണില്ലേ എന്ന്. സത്യം പറഞ്ഞാൽ ബോറടിക്കാനുള്ള ടൈമിങ് കിട്ടലില്ല. ഞാൻ പണിയെടുക്കുന്നിടത്ത് കുറച്ച് സ്ലോ ആയതുകൊണ്ട് തന്നെ എൻ്റെ പണിയൊക്കെ കഴിയുമ്പോൾ ആ ഒരു ഡേ കംപ്ലീറ്റ് ആവും. അപ്പോൾ അലക്കണ കാര്യത്തിലൊരു തീരുമാനമായി. ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം. പുറത്തൊക്കെ എന്താ ചൂടുന്നോ. കുക്കിങ്ങിന് ഇറങ്ങിയപ്പോഴാണ് നാസിൻ്റെ വിളി, ഇന്നൊന്നും കുക്ക് ചെയ്യണ്ട, വരുമ്പോൾ ഞാൻ ബിരിയാണി കൊണ്ടുവരാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആ പരിപാടി അവിടെ നിർത്തി വെച്ചിട്ട് ഞാൻ ക്ലീനിങ്ങിന് ഇറങ്ങി. ക്ലീനിങ് എനിക്ക് ഇഷ്ടമുള്ള പരിപാടിയാണ്, അതുകൊണ്ട് തന്നെ ഞാനത് സ്മൂത്ത് ആയിട്ട് ചെയ്യും. ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കിച്ചണത്തെ പരിപാടി എനിക്ക് വല്ലാണ്ട് ഇഷ്ടമല്ല. കുക്കിങ്ങിൽ ഞാൻ കുറച്ച് ബാക്കിക്കാണ്, അതുകൊണ്ടാവും. നോർമലി ഈ ഡേ ഇൻ മൈ ലൈഫിലൊക്കെ എഴുന്നേറ്റ് ഉടനെ ബെഡും ബെഡ്ഷീറ്റും ഒക്കെ ക്ലീൻ ആക്കുന്നത് കാണലുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും അല്ല കേട്ടോ. ഞാൻ റൂം ക്ലീൻ ആക്കാൻ വരുമ്പോഴാണ് ബെഡ്ഷീറ്റൊക്കെ ക്ലീൻ ആക്കല്. എല്ലാവരും ഇന്ന പോലെ ആവില്ലല്ലോ. എൻ്റെ ഉമ്മച്ചി പറയലുണ്ട് എഴുന്നേൽക്കുമ്പോൾ തന്നെ അതൊക്കെ ഒന്ന് മടക്കി വെച്ചാൽ ആ പരിപാടി തീർന്നില്ലേന്നൊക്കെ. പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യാനാണ്ട് തോന്നൂല. പണ്ടൊക്കെ ബെഡ് ബെഡ്ഷീറ്റും ഒക്കെ ഒരു ദിവസം ഞാൻ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ മറ്റൊരു ദിവസം താത്ത ക്ലീൻ ചെയ്യണം. അങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചൊക്കെയായിരുന്നു. ഇപ്പൊ എൻ്റെ മറ്റു രണ്ട് സിസ്റ്റേഴ്സും ആ പാത പിന്തുടരുന്നുണ്ട്. അടിച്ചുവരി ക്ലീൻ ആക്കൽ ഞാൻ ഡെയിലി ചെയ്യലുണ്ട്. ചില പ്രത്യേക സാഹചര്യത്തിൽ ഒരു മടി കയറി വരും, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ചെറുതായിട്ടൊരു സെൽഫ് കെയർ ആയാലോ? എന്തായാലും സ്കിൻ കെയർ ഒക്കെ ചെയ്യല്ലേ, നമുക്ക് നെയിൽസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് തുടങ്ങാം. എൻ്റെ നെയിൽസൊക്കെ പെട്ടെന്ന് വളരും, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെട്ടി കൊടുക്കേണ്ടി വരും. ഇത്തിരി ഡിസ്കസ്റ്റഡ് ആയിട്ടുള്ള പരിപാടിയൊക്കെയാണ്, എന്നാലും നമ്മളതല്ലേ, നമ്മൾ തന്നെ ചെയ്യണ്ടേ. എനിക്കെൻ്റെ നെയിൽസൊക്കെ ഫ്രഞ്ച് സ്റ്റൈലിൽ കട്ട് ചെയ്തിട്ട് അങ്ങനെയൊക്കെ കൊണ്ടെടുക്കാൻ ഭയങ്കര ആഗ്രഹം. പക്ഷെ എനിക്ക് അങ്ങനെ കട്ട് ചെയ്യാൻ അറിയില്ല എന്നുള്ളൂ. ഇനി നമുക്ക് ഹെയർ കെയർ ചെയ്യാം. ഇങ്ങനെയൊന്നും ഞാൻ ഡെയിലി ചെയ്യാറില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഹെയർ ഓയിലൊക്കെ ഇട്ടിട്ട് മാസങ്ങളോളം അയക്കണം. ഇതൊക്കെ വീഡിയോക്കുള്ള പ്രഹസനം മാത്രം. 2-3 ഡ്രോപ്സ് റോസ്മെരി എസെൻഷ്യൽ ഓയിൽ കൂടി ഞാൻ ആഡ് ആക്കണുണ്ട്. ഇവിടുത്തെ കാലാവസ്ഥയോടാണ് തോന്നുന്നുണ്ട് എൻ്റെ ഹെയർ ഫാൾസ് നല്ല പോലെ കൂടി. പിന്നെ ഈ ഒരു ഹെയർ ഓയിൽ എൻ്റെ അമ്മച്ചിൻ്റെ സ്പെഷ്യലാണ്. ഇനി നമുക്കൊരു ഫേസ് പാക്ക് ഉണ്ടാക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യാവോ എന്ന് എനിക്കറിയില്ല. എന്റെ ഇഷ്ടത്തിന് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ആക്കിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. തൈരും കടലമാവും ഇട്ടിട്ടുള്ള ഒരു ഫേസ് പാക്ക് ഞാൻ യൂട്യൂബിൽ കണ്ടിരുന്നു. അതിലേക്ക് ഞാൻ കുറച്ച് കോഫി പൗഡറും എസെൻഷ്യൽ ഓയിലും ഒക്കെ ആഡ് ആക്കി. ഈ റോസ്മേരിന്റെ എസെൻഷ്യൽ ഓയിൽ നമുക്ക് സ്കിന്നിലും ഹെയറിലും ഒരേപോലെ ആഡ് ആക്കാം. സ്കിന്നിലാവുമ്പോൾ 2-3 ഡ്രോപ്സിന്റെ മുകൾക്കൊന്നും പോവാണ്ട് നോക്കിയാൽ മതി. ഹെയറിലാവുമ്പോൾ 5 വരെ പോവാ, പക്ഷേ കുറയ്ക്കണതാണ് ബെറ്റർ. ഞാൻ എത്ര മാക്സിമം കുറയ്ക്കാൻ നോക്കിയാലും ഒരു ഡ്രോപ്പിൻ്റെ കൂടി. അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഫേസ് പാക്കിന്റെ ഫോമിലാവാൻ ഞാൻ കുറച്ച് റോസ് വാട്ടർ കൂടി ആഡ് ആക്കി. റോസ് വാട്ടർ ഞാൻ അങ്ങനെ ഒരു കണ്ടെയ്നറിലാക്കി വെച്ചതാണ് കേട്ടോ. ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തേക്കണം. ഇനി നമുക്ക് ഒരു ഫേസ് വാഷ് വെച്ചിട്ട് ഫേസ് ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. ഞാനിവിടെ നിവ്യന്റെ ഒരു ഫേസ് വാഷ് ആട്ടോ യൂസ് ആക്കുന്നത്. ട്രസ്റ്റ് മീ ഗൈസ്, ഈ ഒരു ഫേസ് വാഷ് അടിപൊളി. എന്റെ സ്കിന്നെ കുറച്ച് അൺഈവൻ ആയിരുന്നു. മന്ത്ലി എനിക്ക് ഓരോ പിമ്പിൾസ് വരും. ആ പിമ്പിൾസിന്റെ ഒക്കെ ഡാർക്ക് സ്പോട്ട് അവിടെ തന്നെ നിൽക്കും. ഇപ്പൊ പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ എന്റെ സ്കിന്ന് നല്ല പോലെ തന്നെ ഡാമേജ്ഡ് ആയിക്കണം. ഈ ഒരു ഫേസ് വാഷ് യൂസ് ആക്കുമ്പോൾ ചെറിയ ചേഞ്ച് ഒക്കെ എനിക്ക് തോന്നലുണ്ട്. ശരിക്കും ഞാൻ ഇങ്ങനെ ഫേസ് പാക്ക് ഒന്നും ഇടാറില്ല. എന്തായാലും വീഡിയോ എടുക്കില്ലേ, പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടേ വെച്ചിട്ടാ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ നാസി ലഞ്ച് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. നല്ല ചിക്കൻ ബിരിയാണി ഒക്കെ ആയിട്ടാട്ടോ നാസിന്റെ വരവ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് എനിക്ക് നല്ല വിശക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബിരിയാണി കിട്ടിയാൽ നല്ല സന്തോഷാട്ടോ. രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഭയങ്കര മടിയാണ്, അതുകൊണ്ടാട്ടോ സ്കിപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങി. ഉച്ചയ്ക്ക് ശേഷം എനിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനുണ്ടാവില്ല. ഞാൻ വല്ല ഫിലിമൊക്കെ കണ്ടിരിക്കലാണ് പതിവ്. ഇന്നിപ്പോൾ വ്ളോഗൊക്കെ എടുക്കണോണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ ലിപ്സ്റ്റിക്കും മേക്കപ്പൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാന്ന് കരുതി. ഈ ഒരു പ്രോസസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എത്ര ചെയ്താലും മടുപ്പ് തോന്നാത്തൊരു പണിയാട്ടത്. ഞാൻ ഈ കോസ്മെറ്റിക്സിൽ നല്ല പോലെ ഒബ്സസ്ഡ് ആണ്. ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ മാത്രമല്ല കേട്ടോ, എനിക്ക് മേക്കപ്പ് ചെയ്യാനും ഭയങ്കര ഇഷ്ടം. എനിക്കിങ്ങനെ മേക്കപ്പ് ചെയ്യാൻ വല്ലാണ്ട് അറിയൊന്നുമില്ല, എന്നാലും എനിക്ക് മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നല്ല വിഷമം വരുമ്പോഴും നല്ല സന്തോഷമൊക്കെ വരുമ്പോഴും ഞാൻ മേക്കപ്പ് ആയിട്ട് ചെയ്യാം. അതെന്താന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ മേക്കപ്പ് ചെയ്യുമ്പോൾ എൻ്റെ മൈൻഡ് കുറേയൊക്കെ ഒന്ന് ഫ്രീ ആവും. ഇങ്ങനെ വിഷമം വരുമ്പോൾ കുറേ ഫുഡ് കഴിക്കണവരൊക്കെ ഉണ്ട്. ഞാനിതാ ഇതിലാട്ടോ സന്തോഷം കണ്ടെത്തുന്നത്. എന്തായാലും ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വ്ളോഗ് എടുക്കണോണ്ട് ഇവിടെയൊക്കെ ഒന്ന് നല്ലപോലെ ക്ലീനായി. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വിഷമം തുടങ്ങിയത്. അപ്പോൾ പിന്നെ ഒരു ഇൻഡോമി ഉണ്ടാക്കി കഴിക്കാമെന്ന് കരുതി. ഞാനിവിടെ വെജിറ്റബിളിൻ്റെ ഇൻഡോമി ആട്ടോ എടുത്തത്. എനിക്ക് ഈ ഇപ്പി മാഗി അങ്ങനത്തതൊന്നും വലിയ ഇഷ്ടമല്ല. അതൊക്കെ കുറച്ച് സ്പൈസി ആയതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല. ഞാൻ സ്പൈസി വല്ലാണ്ട് കഴിക്കാത്തതുകൊണ്ട് ഇൻഡോമി ആട്ടോ എപ്പോഴും പ്രിഫർ ചെയ്യാറ്. അതൊരു നോർമൽ സ്പൈസി ആയതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമല്ല.
പിന്നെ ഇന്നലെ മേടിച്ചിരുന്ന ബ്രോസ്റ്റഡിൽ ഒരു പീസ് ബാലൻസ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഹെയർ ഫ്രൈയിൽ വെച്ചിട്ട് ഒന്നൊന്ന് ചൂടാക്കി എടുത്തു. അതൊക്കെ ഒന്ന് ചൂടാക്കി വന്നപ്പോൾ നമ്മുടെ ഇൻഡോമി ഇവിടെ സെറ്റ് ആയിക്കണം കേട്ടോ. ഇനിയിപ്പോൾ എന്താ അതൊക്കെ ഒന്ന് കഴിക്കണം, അത്രേനേ ഉള്ളൂ. നാസി വൈകുന്നേരത്തെ ചായ പുറത്തുനിന്ന് ഫ്രണ്ട്സിന്റെ കൂട്ടിയിട്ടോ കുടിക്കല്, അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഉണ്ടാക്കാറില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ ഒരു നോർമൽ ഡേ. ഇനി നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് ആണ് വേണ്ടതെന്നൊന്ന് കമന്റ് ചെയ്യണം, എന്നാൽ നമുക്ക് അതുപോലൊക്കെ ഒന്ന് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യണം. പുതിയ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.